യൂട്യൂബ് ജേർണിയെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണ്ടായോ? എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു. വേറെ ഒന്നുമല്ല, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കുക്കിംഗ് വീഡിയോ ആയാലും ട്രാവലിംഗ് വീഡിയോ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ടാൽ മതി. നമ്മുടെ സമയം പോലൊക്കെ അത് ക്ലിക്കാവും. നല്ല വീഡിയോ ആണെങ്കിൽ അത് പ്രേക്ഷകരെ ഏറ്റെടുക്കുകയും ചെയ്യും. എന്നിട്ട് ഞാൻ വിചാരിച്ചു ചാനൽ തുടങ്ങിയാൽ എന്താണെന്നൊരാഗ്രഹം. ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നാൽ പറ്റത്തില്ലല്ലോ. അത് നമ്മുടെ ഹസ്ബൻഡിനോട് സമ്മതിക്കണം. അദ്ദേഹത്തിന് എസ് പറഞ്ഞാൽ എന്തായാലും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഞാൻ വിചാരിച്ചു ആഗ്രഹം മനസ്സിൽ വെച്ച് ഒത്തിരി അങ്ങ് ആഗ്രഹിച്ച് തീർക്കണ്ട, ഒന്ന് ചോദിക്കാം. ഒരു പക്ഷേ ഇഷ്ടമല്ലെങ്കിലോ. അങ്ങനെ ഞാൻ അടുത്ത് ചോദിച്ചു, എനിക്കൊരു ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണോ, യെസ് ഓർ നോ എന്ന അഭിപ്രായം ചോദിച്ചു. അന്നേരം നോ എന്ന് പറഞ്ഞില്ല, കുഴപ്പമില്ല തുടങ്ങിക്കോളാൻ പറഞ്ഞു. കാരണം ഒട്ടുമിക്ക ആളുകൾക്കും അത് ഇഷ്ടമാവില്ല. കാരണമെന്ന് വെച്ചാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മൾ വീഡിയോസൊക്കെ ഇടുക എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരികയോ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രോബ്ലം തന്നെ ആയിരിക്കും. പിന്നെ അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു മനക്കെട്ടിയും കൂടെ വേണം. അന്നേരം യെസ് എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാനൊന്നും വിചാരിച്ചില്ല, യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് തന്നെ വിചാരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് യൂട്യൂബാണ്. എനിക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നാലും അത് ഏത് തരത്തിലായാലും, കുക്കിംഗ് ആയാലും വേറെ എന്തോ ആയെന്ന് പറഞ്ഞാലും ഞാൻ ആദ്യം ഓടിയെത്തുന്നത് യൂട്യൂബിലേക്കായിരിക്കും. അവിടുത്തെ സെർച്ചിങ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്യുന്ന സംശയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചിരി വരും. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് ഓരോന്നെടുക്കുന്നത്. അന്നേരം ബാക്കി അടുത്തതിൽ കേൾക്കാം. ഒന്ന് ലൈക്ക് ചെയ്യണേ.